പതിവ് പോലെ നമ്മുടെ കഴിഞ്ഞ വീഡിയോയും കാര്യമായ നിലയിലുള്ള തെറ്റിദ്ധാരണയ്ക്ക് ഇരപ്പെട്ടു എന്ന് പറയുന്നതാണ് സത്യം. പോങ്ങൻ എങ്ങനെ മനുഷ്യനാവാൻ സാധിക്കും എന്നാണ് അവരുടെ ആശങ്ക. അവർക്ക് ആ സംശയം തോന്നിയതിനകത്ത് കുറ്റം പറയാൻ കഴിയില്ല. കാരണം മനുഷ്യനെ നിർവചിക്കാൻ പറ്റുന്ന ഏറ്റവും ലളിതമായിട്ടുള്ള നിർവചനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഭൂമിയിലെ ഏറ്റവും ബുദ്ധിവികാസം സംഭവിച്ചിട്ടുള്ള ഒരു ജീവിയാണ് മനുഷ്യൻ എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ബുദ്ധിവികാസം സംഭവിച്ച ഒരു ജീവിയാണ് മനുഷ്യനെങ്കിൽ ഒരു പോങ്ങൻ എങ്ങനെയാണ് മനുഷ്യനാവാൻ സാധിക്കുക? ഒരു പോങ്ങനാവണമെങ്കിൽ തന്നെ ബുദ്ധിവികാസം ഉണ്ടാവാതിരിക്കണം. അപ്പോൾ പിന്നെ ബുദ്ധിവികാസമുള്ള ഏറ്റവും വലിയ ജീവിയായിട്ടുള്ള മനുഷ്യനാവാൻ ഒരു പോങ്ങൻ എങ്ങനെ സാധിക്കുമെന്ന് പറയുന്ന സംശയമാണ് പല സുഹൃത്തുക്കളും പങ്കുവച്ചത്. ആ ഒരു തെറ്റിദ്ധാരണ പോങ്ങൻ മാറ്റാം. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ബുദ്ധിവികാസമുള്ള ഒരാളായി മാറുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥയിലല്ല പോങ്ങൻ നിലകൊള്ളാൻ ഉദ്ദേശിച്ചത്. പകരം ഞാനൊരു മനുഷ്യനാവുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നല്ലൊരു മൃഗമാകുന്നു എന്ന് മാത്രമാണ് അർത്ഥമാക്കേണ്ടതുള്ളൂ. അതായത് ഒരു മൃഗം ഒരിക്കലും അതിന്റെ മൃഗത്വം വെടിയുന്നില്ല, അതിന്റെ സ്വത്വം വെടിയുന്നില്ല. ആ സ്വത്വത്തിൽ നിന്നുകൊണ്ടാണ് ഒരു മൃഗം എപ്പോഴും അതിന്റെ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നത്. മൃഗം മൃഗത്വം വെടിയുന്നില്ല. ആ അർത്ഥത്തിലാണ് പോങ്ങൻ എന്ന് പറയുന്ന വ്യക്തിയുടെ സ്വത്വം, ആ സ്വത്വം വെടിയാതെ ഒരു മൃഗം അതിന്റെ മൃഗത്വം എത്രത്തോളം ഗൗരവത്തോടു കൂടി സൂക്ഷിക്കുന്നു അതേപോലെ തന്നെ പോങ്ങന്റെ പോങ്ങത്വം കൃത്യമായും സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ ഇവിടെ ഇടപെടലുകൾ നടത്തൂ എന്ന് മാത്രമാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഈ ആരിഫ് ഹുസൈനും നഫീസ് ഉമ്മയും പോങ്ങനിൽ ഒരു ഹിന്ദു ഉണ്ട് എന്ന് പറയുന്ന ബോധ്യം പകർന്നു തന്നു എന്നാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്. ഇന്ന് അതിനെക്കുറിച്ച് പറയാമെന്നും പറഞ്ഞു. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പറയാം, ഒട്ടും തന്നെ സാഹിത്യം കലർത്താതെ പറയാം. പോങ്ങൻ ഒരിക്കലും ഒരു ഹിന്ദു ആകാൻ കഴിയുമെന്ന് വിചാരിച്ചിരുന്നില്ല. കാരണം എന്റെ മനസ്സിലുള്ള ഹിന്ദു എന്ന് പറയുന്നത് കുറച്ച് ഉയർന്ന ഒരു തലത്തിലാണ് ഞാൻ ഹിന്ദുവിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അതായത് മനുഷ്യന്റെ സംസ്കൃതീകരിക്കപ്പെട്ട സാമൂഹ്യ രൂപമാണ് ഹിന്ദു എന്നാണ് ഞാൻ പറയുന്നത്, ഞാൻ വിശ്വസിക്കുന്നത്. മനുഷ്യന്റെ സംസ്കൃതീകരിക്കപ്പെട്ട ഒരു സാമൂഹ്യ രൂപം, അതാണ് ഹിന്ദു. അപ്പൊ ഹിന്ദു ആകുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. ഹിന്ദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതമില്ലാത്ത ഒരു മനുഷ്യൻ എന്നുകൂടിയാണ്, ഒരു പ്രത്യേക സംസ്കൃതിയാണ്, അതൊരു മനോഭാവമാണ് എന്നുകൂടിയാണ് പോകാൻ പറയുന്നത്. ഹിന്ദു എന്ന് പറയുന്നത് ഒരു മനോഭാവമാണ്. ആ മനോഭാവം കാത്തു സൂക്ഷിക്കണമെങ്കിൽ ചില അടിസ്ഥാന ഗുണങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവണം, ഒരു മനുഷ്യന്റെ മനസ്സിലുണ്ടാവണം. അങ്ങനെ നോക്കുമ്പോൾ ഒരു ഹിന്ദു ആവാൻ വേണ്ടുന്ന അടിസ്ഥാന ഗുണങ്ങളൊന്നും ഇല്ലാത്ത ഒരാളാണ് പോങ്ങൻ എന്ന് പറയുന്ന ചിന്തയാണ് പോങ്ങന്റെ ഉള്ളിലുള്ളത്, ഉണ്ടായിട്ടുള്ളത്. ഹിന്ദു ആവാൻ എല്ലാവർക്കും കഴിയില്ല. ഒരു മനുഷ്യന്റെ ഏറ്റവും സംസ്കൃതീകരിക്കപ്പെട്ട സാമൂഹ്യ രൂപമാണ് ഹിന്ദു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഹിന്ദു എന്ന് പറയുന്നത് ഒരു മതമല്ല, അതൊരു മനോഭാവമാണെന്ന് പറഞ്ഞാൽ, ഹിന്ദു എന്ന് പറയുന്ന ആ ഒരു സാംസ്കാരിക ഭാവത്തെ തീർച്ചയായിട്ടും വളരെ ഉയർന്ന തലത്തിൽ തന്നെയാണ് പോങ്ങൻ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് മനസ്സിൽ. എന്റെ ആ ഒരു അപകർഷതയെ മാറ്റിവെക്കാൻ കഴിയുന്ന നിലയിലേക്ക് നമ്മുടെ ആരിഫ് ഹുസൈനും അതുപോലെ തന്നെ നഫീസ് ഉമ്മയും പ്രവർത്തിച്ചു. അല്ലെങ്കിൽ അവർ എന്റെ ഉള്ളിൽ ഒരു ഹിന്ദു ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഹിന്ദു ആവാൻ വേണ്ടുന്ന ഗുണങ്ങളുള്ള ഒരാളാണ് എന്ന് പറയുന്ന തോന്നിപ്പ് ആരിഫ് ഹുസൈനും അതുപോലെ തന്നെ നഫീസ് ഉമ്മയും പകർന്നു നൽകി എന്ന് പറയുന്ന ഒരു ചിന്തയാണ് എനിക്കുള്ളത്. എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരുപാട് ഹൈന്ദവ നാമധാരികൾ ആരിഫ് ഹുസൈനെ വല്ലാതെ കണ്ട് ആരാധിക്കുന്നത്, ആദരിക്കുന്നത്, അംഗീകരിക്കുന്നത്, ആഘോഷിക്കുന്നതൊക്കെ പോകാൻ കണ്ടു. എനിക്ക് ചെറിയ വിയോജിപ്പ് കാര്യത്തിലുണ്ട്. അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം ഒരു എക്സ് മുസ്ലിം എന്നാണ് പറയുന്നത്. നിലവിൽ മുസ്ലിം അല്ല, മുസ്ലിം ആയിരുന്നു, പക്ഷേ ഇപ്പോൾ മുസ്ലിം അല്ല. മുസ്ലിം അല്ലാത്ത ഒരു വ്യക്തി മുസ്ലിങ്ങളെ അധിക്ഷേപിച്ചുകൊണ്ട്, വളരെ ക്രൂരമായ നിലയിൽ അധിക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കുന്നത്, അത് അദ്ദേഹത്തിന്റെ അവകാശമാണ്. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പ്രകടനമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്, അതൊക്കെ അംഗീകരിക്കാം. പക്ഷെ അങ്ങനെ കളിയാക്കുമ്പോൾ ഇഴകീറി പരിശോധിച്ച്, ഒരു കള്ളത്തരമായിരിക്കില്ല പറയാം, എനിക്ക് അദ്ദേഹത്തിന്റെ മതത്തെക്കുറിച്ച് ആധികാരികമായിട്ടുള്ള അറിവില്ലാത്തത് കൊണ്ട് ഞാൻ അതിന്റെ വൈകാരിക തലം മാത്രമാണ് എടുക്കുന്നത്. ഒരാൾ ആ മതം വിട്ടിറങ്ങി, എന്നിട്ട് പുറത്തിരുന്നു കൊണ്ട് ആ മതത്തെ അങ്ങേയറ്റം അധിക്ഷേപിക്കുകയാണ്. പൊളിറ്റിക്കൽ ഇസ്ലാമിനെയല്ല അധിക്ഷേപിക്കുന്നത്, അത് തീർച്ചയായിട്ടും പോങ്ങനും ചെയ്യുന്നുണ്ട്. സുഡാപ്പികളിൽ നിന്ന് നമ്മൾ വിളിക്കുമ്പോൾ ഞാൻ മുസ്ലിംസിനെ അല്ല പറയുന്നത്, ഞാനൊരു ഇസ്ലാം വിശ്വാസിയല്ല പറയുന്നത്. സുഡാപ്പി എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ ഇസ്ലാമിനെയാണ് ഞാൻ വിമർശിക്കുന്നത്. അതായത് ഒരു മതരാഷ്ട്രമുണ്ടാകണം എന്ന് പറയുന്ന നിലയ്ക്കുള്ള ബുദ്ധി പേറുന്ന ആൾക്കാർ. അപ്പൊ പൊളിറ്റിക്കൽ ഇസ്ലാമിനെയാണ് നമ്മുടെ ആരിഫ് ഹുസൈൻ പരിഹസിക്കുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ അദ്ദേഹം മുസ്ലിം സമുദായത്തെ അപാരമായ നിലയിൽ പുച്ഛിക്കുക, പരിഹസിക്കുക, നിന്ദിക്കുക. അതിനകത്തെ സാധാരണ മതവിശ്വാസികൾ, സാധാ വിശ്വാസികൾ, ആ വിശ്വാസികളെ അവരാരെങ്കിലും തന്നെ ആരിഫ് ഹുസൈനോട് ഒരു വിദ്വേഷ ബുദ്ധിയോടുകൂടി പെരുമാറേണ്ടതായ സാഹചര്യം ഇദ്ദേഹം ഉണ്ടാക്കി വെക്കുമ്പോൾ അതിനോടുള്ള പ്രതികരണം എന്ന നിലയിൽ അവരുടെ ആവലാതികളും പരാതികളും അല്ലെങ്കിൽ അവരുടെ പരിഭവങ്ങളും അവരുടെ പ്രതിഷേധവും ഒക്കെ അറിയിക്കാൻ ഇദ്ദേഹത്തെ ഫോണിൽ വിളിച്ചാൽ ആ ഫോൺ വിളി കൂടി റെക്കോർഡ് ചെയ്ത് അതുകൂടി സമൂഹത്തിലേക്ക് പരത്തി വിട്ടുകൊണ്ട് പണം സമ്പാദിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ ആ വിളിക്കുന്ന ആളുകളെയും ആ സമൂഹത്തെയും ഒന്നടങ്കം അധിക്ഷേപിക്കുന്നത് കാണുമ്പോൾ പോങ്ങന്റെ ഉള്ളിൽ ഒരു വിങ്ങലുണ്ടായി, സങ്കടമുണ്ടായി. എൻ്റെ ഉള്ളിൽ തോന്നിയിട്ടുള്ള ആ ഒരു സങ്കടം, ആ ഒരു മനോഭാവം, ആ മനോഭാവമാണ് ഹിന്ദുവിൻ്റെ മനോഭാവം.
അതാണ് പോകൻ പറഞ്ഞത്. അപ്പോഴാണ് എനിക്ക് തോന്നിയത്, അയ്യോ ഞാൻ നല്ലൊരു ഹിന്ദു ആണോ എന്ന് പറഞ്ഞൊരു സംശയം തോന്നി. കാരണം ഞാനത് ആസ്വദിച്ചില്ല. ആ മുസ്ലിം സഹോദരങ്ങളെ അതിരൂക്ഷമായി അപഹസിക്കുന്ന ആരിഫ് ഹുസൈനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാൻ എനിക്ക് സാധിച്ചില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കാൻ എനിക്ക് കഴിയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ആശയവിനിമയ പാടവത്തെ അംഗീകരിക്കുന്നുണ്ട്. അദ്ദേഹത്തിലെ ബുദ്ധിമാനായിട്ടുള്ള വ്യാപാരിയെ എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ അംഗീകരിക്കുമ്പോൾ പോലും അദ്ദേഹം ചെയ്യുന്ന രീതി, ആ മതത്തെ സമീപിക്കുന്ന രീതി ക്രൂരമാണ് എന്ന് പറയുന്ന ചിന്ത എൻ്റെ ഉള്ളിലുണ്ടായി. പൊളിറ്റിക്കൽ ഇസ്ലാമിനെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മതരാഷ്ട്രം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശരീഅത്ത് നിയമം ഇവിടെ ഇന്ത്യ മഹാരാജ്യത്ത് കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിക്കുന്ന കൂട്ടരെയാണ് നമ്മൾ അധിക്ഷേപിക്കുന്നത്. അത് മതേതര ബുദ്ധിയുള്ള, മാനവിക ബോധമുള്ള ഏതൊരാളും ചെയ്യേണ്ട കാര്യം മാത്രമാണ് അത് പൊളിറ്റിക്കൽ ഇസ്ലാമിനെ അതുപോലെ വിമർശിക്കേണ്ടത്. അത് ഞാൻ ചെയ്യാറുണ്ട്, അവരെ പരിഹസിക്കാറുണ്ട്, ഒക്കെ ശരി തന്നെയാണ്. പക്ഷെ ഒരു സാധാരണ മുസ്ലിം വിശ്വാസിയെ അധിക്ഷേപിക്കേണ്ട കാര്യമില്ല. സുടുബാധ തയ്യാത്ത ഒരു മുസൽമാനെയും പോകൻ ശത്രുബുദ്ധിയോടുകൂടി കാണുന്നില്ല, സാഹോദര്യത്തോടുകൂടി മാത്രമേ കണ്ടിട്ടുള്ളൂ. ആരിഫ് ഹുസൈൻ പാവപ്പെട്ട വിശ്വാസികളുടെ വേദനകളെ പരിഹസിച്ചുകൊണ്ട് വീഡിയോ ഇറക്കുന്ന സമയത്ത് പോങ്ങന്റെ ഉള്ളിൽ ഒരു വേദന തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ മനോഭാവത്തിന്റെ പേരാണ് ഹിന്ദു എന്നത്. ഒരു ഹിന്ദുവും ആരിഫ് ഹുസൈന്റെ പേജിൽ പോയി അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. ആജ്ഞയല്ല, അഭ്യർത്ഥനയല്ല, അഭിപ്രായം, പോങ്ങന്റെ അഭിപ്രായം. ഒരു ഹിന്ദുവും ഹിന്ദു എന്താണോ അത് ചെയ്യില്ല. ഹിന്ദു നാമധാരികളുടെ കാര്യമല്ല പറയുന്നത്. ഇപ്പൊ പറയാറുണ്ട് ഹിന്ദുവും ഹിന്ദുത്വയും രണ്ടും രണ്ടല്ല ഒന്നാണ് എന്ന് പറയുന്നുണ്ട്. ഞാനതിൽ ഒരു വ്യത്യാസവും കാണുന്നില്ല. ഹിന്ദുവും ഹിന്ദുത്വവും ഒന്ന് തന്നെയാണ്. കാരണം മൃഗവും മൃഗത്വവും, നമ്മൾ ആദ്യം പറഞ്ഞ പോലെ മനുഷ്യനും മനുഷ്യത്വവും ഒരുപോലെയാണ് എന്നുണ്ടെങ്കിൽ ഹിന്ദു, അതിന് ഹിന്ദുത്വം. പക്ഷേ ഹൈന്ദവ സുഡാപ്പികളാവരുത് ഹിന്ദുക്കൾ. അതാണ് പോങ്ങന്റെ പക്ഷം. പോങ്ങൻ ഒരിക്കലും ഒരു ഹൈന്ദവ സുഡാപ്പിയല്ല. പോങ്ങൻ ഒരു ഹിന്ദുവാണ്. ഹിന്ദു ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രമിച്ചാൽ ഒരുപക്ഷെ ഹിന്ദു ആകാൻ സാധിക്കുന്ന ഒരു മനുഷ്യനാണ്. അത്രയും ഞാൻ പറയുന്നുള്ളൂ. അല്ലെങ്കിൽ വെറും മനുഷ്യൻ, മനുഷ്യന്റെ സംസ്കൃതീകരിക്കപ്പെട്ട സാമൂഹ്യ രൂപമാണ് എന്നാണ് ഞാൻ പറഞ്ഞത് നേരത്തെ. അതുകൊണ്ട് മനുഷ്യനാണ് ഇപ്പോൾ തൽക്കാലം. ഹിന്ദു ആകാൻ സാധിക്കുമോ എന്ന് എനിക്കറിയില്ല. അതിനുള്ള വലിപ്പം എനിക്കുണ്ടോ എന്ന് എനിക്കറിയില്ല. ആ മനോഭാവം എൻ്റെ ഉള്ളിലുണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ട് എന്ന തോന്നിപ്പ് ആസിഫ് ഹുസൈൻ എനിക്ക് നൽകി. ആസിഫ് അല്ല, ആരിഫ് ഹുസൈൻ. അതുപോലെ തന്നെ നഫീസ് ഉമ്മയെ കണ്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. അവർ മതവസ്ത്രത്തിലാണ് അവിടെ പോയത് എങ്കിൽ പോലും അവർ തീർച്ചയായിട്ടും ഹിന്ദു ആയിട്ടുള്ള ഒരു മതസ്ഥയാണ്. ഞാൻ അങ്ങനെ അവരെ കാണുന്നത്. പക്ഷേ ആരിഫ് ഹുസൈൻ ഹിന്ദു അല്ല, നഫീസ് ഉമ്മ ഹിന്ദുവാണ്. അതാണ് എൻ്റെ വിശ്വാസം. നഫീസുമ്മ ഹിന്ദുവാണ്, ആരിഫ് ഹുസൈൻ ഹിന്ദു അല്ല. നഫീസുമ്മ നല്ല മതവിശ്വാസത്തോടുകൂടി മതവസ്ത്രത്തിൽ അവരുടെ ആ തലയൊക്കെ മറച്ചുകൊണ്ട് ആ മതവസ്ത്രത്തിനുള്ളിൽ അവർ ജീവിക്കുമ്പോൾ അവിടെ തന്നെ അവർ തീർച്ചയായിട്ടും ഒരു മനുഷ്യ സ്ത്രീയായിട്ടാണ്. അവരിലൊരു ഹിന്ദു ഉണ്ട് നഫീസുമ്മയിൽ. പക്ഷേ മതം വിട്ടിറങ്ങി ആ മതസ്ഥരെ മുഴുവൻ അധിക്ഷേപിച്ചുകൊണ്ട് പാവപ്പെട്ട വിശ്വാസികളെ, പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വെറുപ്പല്ല നേടുന്നത്, പാവപ്പെട്ട വിശ്വാസികളുടെ 5 നേരം നിസ്കരിക്കുന്ന ദൈവഭയമുള്ള അത്തരം ആളുകളെ അധിക്ഷേപിക്കുക എന്ന് പറഞ്ഞ് എല്ലായിടത്തും ഉണ്ടല്ലോ നല്ലതും ചീത്തയും. എല്ലാത്തരം ആളുകളിലും ഉണ്ട് നല്ലതും ചീത്തയും. അതൊക്കെ പോങ്ങൻ മനസ്സിലാക്കുന്നുണ്ട് ഇപ്പോൾ. അത് ഉടനെ തന്നെ ഞാൻ മതേതരനായി എന്നുള്ള അർത്ഥത്തിലല്ല. ഞാനൊരു സാമ്പ്രദായിക മതേതരനേ അല്ല. എനിക്കത് സാധിക്കില്ല. മതേതരത്വത്തിന്റെ ഏറ്റവും മഹനീയമായിട്ടുള്ള ഭാവമാണ് ഹിന്ദുത്വ എന്ന് പറയുന്നത്. അത് ആദ്യം അറിയേണ്ടത് ഹൈന്ദവ സുഡാപ്പികളാണ്. നിങ്ങൾ പലപ്പോഴും ഹിന്ദു എന്നുള്ളതിനപ്പുറത്തേക്ക് ഹൈന്ദവ സുഡാപ്പികളായിട്ട് മാറുന്നു എന്നുള്ളതാണ് നമ്മുടെ നാടിന്റെ ശാപവും ഹിന്ദു എന്ന് പറയുന്ന സമൂഹത്തിന്റെ അധപതനവും. അങ്ങനെ പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല. ഇപ്പൊ നഫീസുമ്മ അവരവിടെ പോയി മഞ്ഞിൽ കളിക്കുന്ന കളി കാണുമ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു തണുപ്പ് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത്തരം ആളുകൾ ഉയർന്നു വരട്ടെ. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഇപ്പോൾ പറയുന്ന ഈ പൊളിറ്റിക്കൽ ഹിന്ദുവിന്റെ ആവശ്യം പോലും വരില്ല. നഫീസുമ്മമാർ ധാരാളമായിട്ടുണ്ടാവണം. ആരിഫ് ഹുസൈൻമാരല്ല ഉണ്ടാവേണ്ടത്. ഞാനിത് പറയാൻ കാരണമുണ്ട്. ശബരിമല വിഷയം നടക്കുന്ന സമയത്ത് ആ വനിതാ മതിൽ കെട്ടിയപ്പോൾ മതവസ്ത്രധാരിണികളായിട്ടുള്ള ഒരുപാട് മങ്കകൾ ആ പരിപാടിയിൽ, ആ വനിതാ മതിലിൽ പങ്കെടുത്തു. ഒരു പുതിയ നവകേരളം സൃഷ്ടിക്കുകയാണ്, നവോത്ഥാനമാണ് ഉദ്ദേശമെന്നുണ്ടെങ്കിൽ മതവസ്ത്രത്തിലല്ല പോകേണ്ടത് ആ പരിപാടിയിൽ. ശബരിമലയിൽ സ്ത്രീകൾ കയറണോ വേണ്ടയോ എന്നുള്ളത് ഒരു രാഷ്ട്രീയ കാര്യമല്ല, അത് ഹൈന്ദവരുടെ കാര്യമാണ്. അപ്പൊ CPM ഇടപെട്ടത് തന്നെ തെണ്ടിത്തരം. അതായത് ശബരിമലയിൽ സ്ത്രീകൾ കയറണോ വേണ്ടോ എന്നുള്ളത് അതൊരു രാഷ്ട്രീയ കാര്യമല്ല, രാഷ്ട്രീയ പ്രശ്നമല്ല. തീർച്ചയായിട്ടും അത് സാമൂഹ്യ പ്രശ്നവുമല്ല, അതൊരു സമുദായത്തിന്റെ പ്രശ്നമാണ്.
അതിനെ ആ നിലയിൽ കാണാതെ CPM ഇറങ്ങിത്തിരിച്ചു. കാരണം CPM-നെ നമുക്കതിന് കുറ്റം പറയേണ്ട. അവരിൽ നിന്ന് ഏതെങ്കിലും നിലയിലുള്ള ഒരു വിവേകമോ പാകതയോ മനുഷ്യത്വമോ സാമൂഹ്യ ബുദ്ധിയോ പൗരബോധവും നിറഞ്ഞിട്ടുള്ള പെരുമാറ്റമോ ഒന്നും വേണ്ട. അവർക്ക് അത്യാവശ്യം വിവരദോഷങ്ങൾ ചെയ്യാനും സമൂഹത്തിന് ദ്രോഹം ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്താനും ഒക്കെ അവർക്ക് അവകാശമുണ്ട്. കാരണം അവർക്ക് അതിനുള്ള ബുദ്ധിയേ ഉള്ളൂ. പക്ഷേ അവിടെ മതവസ്ത്രത്തിനുള്ളിൽ ഒരു കൂട്ടം ആളുകൾ വന്ന് നിരന്ന് നിന്നിട്ട് ശബരിമലയിൽ സ്ത്രീകളെ കയറണമെന്ന് പറയുന്നതിനകത്ത് എന്തൊരു മര്യാദകേടുണ്ട്. ശബരിമലയിൽ സ്ത്രീകൾ കയറുന്നതോടുകൂടി സ്ത്രീ പുരുഷ സമത്വം സാധ്യമാകുമെന്ന് പറയുന്നത് തന്നെ എന്തു വൃത്തികേടാണ്, അതും മതവസ്ത്രത്തിൽ നിന്നുകൊണ്ട്. അപ്പൊ എത്രയോ ഹൈന്ദവർക്ക് അതൊരു മനപ്രയാസം ഉണ്ടായിട്ടുണ്ടാവും. അതൊരു മതസൗഹാർദ്ദം വളർത്തുന്ന നീക്കമായിരുന്നു. മതവസ്ത്രത്തിൽ ഏതെങ്കിലും ഒരാൾ ഈ പരിപാടിയിൽ സ്വമനസാലെ ഇറങ്ങി വന്നാൽ പോലും CPM അവരെ മാറ്റി നിർത്തുക, ആ വനിതാ മതിലിൽ അവരെ അണിചേർക്കാതിരിക്കാൻ വേണ്ടുന്ന, കണ്ണിയാക്കാതിരിക്കാൻ വേണ്ടുന്ന ബുദ്ധിയായിരുന്നു കാണിക്കേണ്ടത്. അത് ചെയ്തിട്ടില്ല. അപ്പോൾ എത്രത്തോളം വേദന അതുണ്ടാക്കിയിരിക്കും. അതേ വേദന തന്നെയല്ലേ ഈ ആരിഫ് ഹുസൈൻ ആ മതത്തിൽപ്പെട്ടവരെ അധിക്ഷേപിച്ചുകൊണ്ട് ഇറങ്ങുമ്പോൾ ഹിന്ദുക്കൾ കൈയടിക്കുന്നതും? ശബരിമലയിൽ സ്ത്രീകളെ കയറ്റണം എന്നും മതവസ്ത്രത്തിൽ വന്നുകൊണ്ട് ഒരു മതമംഗ പറയുന്നത് പോലുള്ള അശ്ലീലമാണ് ആരിഫ് ഹുസൈൻ അവരുടെ മതകാര്യങ്ങളെക്കുറിച്ച് മതവിമർശനം നടത്തുന്നത്. അത് അദ്ദേഹത്തിന്റെ അവകാശമാണ്, അഭിപ്രായ സ്വാതന്ത്ര്യമാണ്, അതൊക്കെ അംഗീകരിക്കാം. പക്ഷേ പ്രോത്സാഹന ബുദ്ധിയോടുകൂടി അതിനെ ആഘോഷിക്കുന്നത് തീർച്ചയായിട്ടും സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. അദ്ദേഹത്തിന്റെ യുക്തിവാദത്തെയോ അതല്ലെങ്കിൽ നാസ്തിക ബുദ്ധിയെ ഒക്കെ അംഗീകരിക്കാം, അദ്ദേഹത്തിന്റെ പ്രതിഭയെ മാനിക്കാം, അദ്ദേഹത്തിന്റെ വ്യക്തിബുദ്ധിയെ നമുക്ക് മാനിക്കാം, എല്ലാം നമുക്ക് അംഗീകരിക്കാം. പക്ഷേ അദ്ദേഹം ഒരു മതകാര്യത്തിൽ അഭിപ്രായം പറയുമ്പോൾ ആ മതത്തിൽപ്പെട്ട മനുഷ്യരുടെ പ്രതിഷേധം അറിയിക്കാൻ അവർ ഫോൺ ചെയ്യുമ്പോൾ ആ ഫോൺ പോലും റെക്കോർഡ് ചെയ്ത് പരസ്യപ്പെടുത്തുമ്പോൾ അതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാൻ ഒരു ഹിന്ദുവിന് സാധിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ടത് തീർച്ചയായിട്ടും ഹിന്ദുത്വ എന്ന് പറയുന്ന ആ ബുദ്ധി, ആ ത്വം ഒരു ഹിന്ദുവിൽ ഇല്ല എന്ന് തന്നെയാണ്, ആ ഹിന്ദു നാമധാരിയിൽ ഇല്ല എന്ന് തന്നെയാണ്. പോകൻ പറഞ്ഞത് കിട്ടിയോന്ന് എനിക്കറിയില്ല. പക്ഷേ ആരിഫ് ഹുസൈൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഹിന്ദു അല്ല, നഫീസുമ്മ ഹിന്ദുവാണ്. ആരിഫ് ഹുസൈൻ ആ മതത്തിൽപ്പെട്ടവരെ അധിക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ, അവരെ കളിയാക്കിക്കൊണ്ട് വീഡിയോകൾ ചെയ്യുമ്പോൾ, അതിന്റെ താഴെ കൈയടിക്കുന്ന ഹിന്ദുക്കളെ കാണുമ്പോൾ അയ്യോ ഇങ്ങനെയല്ലല്ലോ ചെയ്യേണ്ടതെന്ന് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ മുൻപ് അദ്ദേഹം പ്രതിനിധാനം ചെയ്തിരുന്ന മതത്തിലെ ആ ആളുകൾ അവരുടെ പ്രതിഷേധങ്ങൾ അറിയിക്കാനോ പരിഭവം പറയാനോ അതല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള വിയോജിപ്പുകൾ രേഖപ്പെടുത്താനോ വിളിക്കുമ്പോൾ ആ വിളിയെ പരിഹസിച്ചുകൊണ്ട് അവരുടെ സങ്കടങ്ങളെ കൂടുതൽ പണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു കാഴ്ച കാണുമ്പോൾ അയ്യോ അത് ക്രൂരതയല്ലേ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ മനോഭാവം ഉണ്ടല്ലോ, ആ ഒരു മനോഭാവത്തിന്റെ പേരാണ് ശരിക്കും പറഞ്ഞാൽ ഹൈന്ദവത എന്ന് പറയുന്നത്. അങ്ങനെയാണ് പോകൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ദയവായി നിങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക. ഹിന്ദുവും ഹിന്ദുത്വ എന്ന് പറയുന്നതൊന്നും രണ്ടല്ല, സംഘി എന്ന് പറയുന്നതും കുഴപ്പമുള്ളൊരു കാര്യമൊന്നുമല്ല. പക്ഷേ ഒരു ഹിന്ദു ഒരിക്കലും അല്ലെങ്കിൽ ഒരു സംഘി ഒരിക്കലും ഹൈന്ദവ സുഡാപ്പിയാകുക എന്ന് പറയുന്നത് അങ്ങേയറ്റം മോശപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാനോ ചിന്തിക്കാനോ സാധിക്കുന്നത് ഞാനൊരു ഹിന്ദു ആയതുകൊണ്ടാണോ എന്നെനിക്കറിയില്ല. പക്ഷേ എൻ്റെ ഒരു സാമൂഹ്യ ബുദ്ധിയെയും പൗരബോധത്തെയും നശിപ്പിക്കുന്ന ഒന്നും എൻ്റെ സമുദായത്തിൽ നിന്നുണ്ടായിട്ടില്ല. എൻ്റെ കുടുംബത്തിൽ നിന്ന് ആരും എന്നെ ഒന്നും പഠിപ്പിച്ചിട്ടില്ല. എനിക്ക് ദൈവത്തിൽ വേണമെങ്കിൽ വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം, ക്ഷേത്രത്തിൽ വേണമെങ്കിൽ പോവാതിരിക്കാം, സ്വതന്ത്രമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് പറയാതിരിക്കാം, എന്തും എനിക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട്. അത് നാളെ ഈ ഭൂമിയിൽ ജീവിക്കാനായി ജനിക്കുന്ന നമ്മുടെ ഇളം തലമുറയിൽപ്പെട്ട ഹിന്ദു കുടുംബങ്ങളിൽ ജനിക്കുന്ന കുട്ടികൾക്കും അതുണ്ടാവണം. അത് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അങ്ങനെ ഉണ്ടാവാൻ കഴിഞ്ഞാൽ അത്തരമൊരു സ്വാതന്ത്ര്യം, നമ്മളൊക്കെ അനുഭവിച്ച സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യം ഇനിയും അനുഭവിക്കണം. നമ്മളൊക്കെ ഒരു സംഘടിത മതമായി ഈ പറയുന്ന ഹിന്ദു എന്ന് പറയുന്ന മനോഭാവത്തെ, ഹിന്ദുക്കളുടെ മനോഭാവത്തെ മാറ്റുന്നത് ശരിയാണ് എന്ന് പറയുന്ന ഒരു ചിന്ത എനിക്കൊരിക്കലുമില്ല. ഹിന്ദു ആകാൻ കഴിയുമായിരിക്കും എനിക്ക്, അല്ലെങ്കിൽ ഞാൻ ഹിന്ദു ആണ് എന്ന് പറയുന്ന ആരിഫ് ഹുസൈനും നഫീസുമ്മയൊക്കെ എന്നെ അങ്ങനെ തോന്നിപ്പിക്കുന്നുണ്ട്. എനിക്ക് പറ്റുമായിരിക്കും ഹിന്ദു ആകാൻ. പക്ഷേ പറ്റിയാലും ഇല്ലെങ്കിലും ഞാൻ ഉറപ്പായിട്ടും ഒരു മനുഷ്യനാവും. കാരണം മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ശുദ്ധ മൃഗമാണ് എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. മൃഗത്വം കാത്തു സൂക്ഷിക്കുന്നത് പോലെ ഞാൻ എൻ്റെ സ്വത്തും പോങ്ങൻ്റെ സ്വത്തും പോങ്ങൻ കാത്തു സൂക്ഷിച്ച് മാത്രമേ ഇനി സംസാരിക്കൂ എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അതിൻ്റെ അർത്ഥം രാഷ്ട്രീയം സംസാരിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കക്ഷി രാഷ്ട്രീയം, ഞാനൊരു പക്ഷത്ത് നിന്ന് സംസാരിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാ സംസാരവും പതിവ് പോലെ തന്നെ നടന്നിരിക്കും. ഒരു തെറ്റിദ്ധാരണയും വേണ്ട. ഞാനിവിടെ ഇരുന്ന് നാവാടും അഴിഞ്ഞാടും നാവഴിച്ചാടും. പോങ്ങനൊരു നാവാടിയാണ്, നാവാടി സമുദായത്തിൽപ്പെട്ട ഒരാളാണ് പോങ്ങൻ. പോങ്ങൻ്റെ കുലത്തൊഴിലാണ് നാവാട്ടം എന്ന് പറയുന്നത്. നാവാടിയിരിക്കും, നാവഴിച്ചാടിയിരിക്കും, യാതൊരു സംശയവും വേണ്ട. കേൾക്കാം, കേൾക്കാതിരിക്കാം, ഇവിടെ വരാം, വരാതിരിക്കാം. പക്ഷേ പോങ്ങൻ ഇത് ചെയ്തുകൊണ്ടേയിരിക്കും. പോങ്ങന് ജീവനുള്ള കാലം, ഈ സാങ്കേതിക സാഹചര്യം എനിക്ക് അനുമതി നൽകുന്ന കാലത്തോളം ഞാനിവിടെ ഇങ്ങനെ ഇരുന്ന് കുരച്ചുകൊണ്ടേയിരിക്കും, നാവാടിക്കൊണ്ടേയിരിക്കും. ഒരിക്കൽ എനിക്ക് ഹിന്ദു ആവാൻ സാധിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ നിലവിൽ ഞാനൊരു ഹിന്ദു അല്ല. അതിന് കാരണം
ഞാൻ അത്രത്തോളം സംസ്കൃതീകരിക്കപ്പെട്ട ഒരു മനുഷ്യനല്ല, അത്രയും ഉദ്ദേശിച്ചിട്ടുള്ളൂ. എന്തായാലും ആരിഫ് ഹുസൈനെ പിന്തുണയ്ക്കാൻ മാനസികമായിട്ട് എനിക്ക് സാധിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ യുക്തിവാദത്തെയും അദ്ദേഹത്തിൻ്റെ നാസ്തിക ബുദ്ധിയെയും തീർച്ചയായിട്ടും എനിക്ക് അംഗീകരിക്കാൻ കഴിയും, അത് മനസ്സിലാക്കാൻ സാധിക്കും, ഒക്കെ ശരി തന്നെയാണ്. പക്ഷെ അദ്ദേഹം ആ സമുദായത്തിൽപ്പെട്ടവരെ ഇങ്ങനെ പരിഹസിക്കുന്നത് സങ്കടകരമായിട്ടൊരു കാര്യമാണ്. എനിക്ക് കൈയടിക്കാൻ പറ്റുന്നില്ല. കാരണം ആ നിലയിൽ നോക്കുമ്പോൾ ഞാൻ ഹിന്ദുവാണ്. ആ മനോഭാവമാണ് ഹിന്ദുവിന് വേണ്ടത്. അത്രേ പറയുന്നുള്ളൂ.